മുൻഭാഗങ്ങളിൽ ഓൾറെഡി സൊഫ് നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. പിൻഭാഗത്തേക്കാണ് സൊഫുകൾ നിൽക്കാൻ ഇനി ആളുകൾ പോകേണ്ടത്. ഈ നമസ്കാരത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഹയ്യ അലൽ ഫലാഹ്. الله أكبر، الله أكبر. لا إله إلا الله. നമസ്കാരം ആരംഭിക്കാവുന്നതാണ്. الله أكبر، الله أكبر. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. حي على الصلاة، حي على الفلاح. قد قامت الصلاة، قد قامت الصلاة. الله أكبر، الله أكبر. لا إله إلا الله. الله أكبر. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين. آمين. أن المساجد لله فلا تدعوا مع الله أحدا، وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا. الله أكبر. سمع الله لمن حمده. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. സഹോദരന്മാരെ, ഇശാ നമസ്കാരം നിർവഹിക്കാത്തവർ അവിടെ തന്നെ ഇരിക്കുക. ആരും എഴുന്നേറ്റ് പോകേണ്ടതില്ല. അവിടെ ഇരുന്ന് ദിക്റുകളും പ്രാർത്ഥനകളും നടത്തുക. ഇശാ നമസ്കാരത്തിന് ശേഷം ഇവിടെ നിന്ന് നിർദ്ദേശം കിട്ടിയതിന് ശേഷം മാത്രമേ എഴുന്നേൽക്കാൻ പാടുള്ളൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. أشهد أن لا إله إلا الله. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم. السلام عليكم ورحمة الله.
കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ട എല്ലാ ബഹുജന സംഘടനകൾക്കും പോഷക സംഘടനകൾക്കും സാമ്പത്തികമായ പിൻബലം നൽകുന്നത് നമ്മളാണ്. നമ്മുടെ ഓരോ സംഘടനക്കും ജില്ലാ, മണ്ഡലം, ശാഖാ ഘടകങ്ങളുണ്ട്. ആ കമ്മിറ്റികളെയും ഘടകങ്ങളെയും ഉപയോഗിച്ചുകൊണ്ടാണ് സാമ്പത്തിക സമാഹരണം, സമ്മേളനങ്ങൾക്കും മറ്റുമൊക്കെ നമ്മൾ നിർവഹിക്കാറുള്ളത്. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന നമ്മുടെ പണ്ഡിത സഭ, അതിൻ്റെ മഹത്തായ ഒരു സമ്മേളനം ഇത്രയും വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഓരോ മുജാഹിദ് പ്രവർത്തകരുടെയും വളരെ സജീവമായ, മനസ്സറിഞ്ഞുകൊണ്ടുള്ള സാമ്പത്തികമായ ഒരു പിന്തുണ ഈ സമ്മേളനത്തിൽ ഉണ്ടാകണം. AI യുഗപ്പിറവിക്ക് സാക്ഷിയായ 21-ാം നൂറ്റാണ്ട്, ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ജ്ഞാനഭാരം വഹിക്കാൻ കഴിയുന്ന സെർച്ച് എഞ്ചിനുകൾ നമ്മുടെ വിരൽത്തുമ്പുകളിൽ എത്തിക്കഴിഞ്ഞ കാലം, മൂല്യമുള്ള ലൈബ്രറികളിൽ ദിവസങ്ങളോളം ചിലവഴിച്ച് ചികഞ്ഞെടുത്തിരുന്ന വിജ്ഞാനം നിമിഷനേരം കൊണ്ട് നമ്മുടെ മൊബൈൽ സ്ക്രീനുകളിൽ തെളിയുന്ന വിജ്ഞാന വിസ്ഫോടനം. വിവരസാങ്കേതിക വിദ്യകൾ സീമകൾ ലംഘിച്ച് ഉയരങ്ങളിലേക്ക് ഉയരുമ്പോൾ അന്ധവിശ്വാസങ്ങളും അധാർമിക പ്രവർത്തനങ്ങളും അവസാനിക്കുന്നുണ്ടോ? ഉമ്മയെ കഴുത്തറുത്തുകൊന്ന മകൻ, ലഹരിയിൽ മകളുടെ അന്ധകനായ പിതാവ്, സഹപാഠികളാൽ കൊല ചെയ്യപ്പെട്ട വിദ്യാർത്ഥി, AI ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളും ചൂഷണങ്ങളും വേറെ. വൈജ്ഞാനിക മുന്നേറ്റത്തിന് അനന്ത സാധ്യതകളുടെ വാതിലുകൾ തുറന്നിട്ട കാലത്തും അജ്ഞത ഇരുൾമുറ്റി നിൽക്കുന്നതിന് നാം സാക്ഷികളല്ലേ? എങ്കിൽ തിന്മകളിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന അറിവ് എന്താണ്? പ്രപഞ്ചനാഥൻ മനുഷ്യർക്കു പകർന്നു തന്ന ദിവ്യവിജ്ഞാനം കൊണ്ട് മാത്രമാണ് മനുഷ്യനെ മനുഷ്യത്വത്തിന്റെ ഉന്നതിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാനാവുക എന്നതാണ് യാഥാർത്ഥ്യം. വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു പേരാണ് അൽ ഫുർഖാൻ. സത്യവും അസത്യവും വേർതിരിക്കുന്ന ഗ്രന്ഥമെന്നാണ് അതിന്റെ അർത്ഥം. അധാർമികതയുടെ കാർമേഘക്കെട്ടുകളാൽ ഇരുൾമുറ്റിയ കാലത്ത് ജനങ്ങളെ ധാർമ്മിക മൂല്യങ്ങളിലേക്ക് തിരിച്ചു വിളിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് അറിവാണ് ചെറുത്തുനിൽപ്പ് എന്ന പ്രമേയം കൊണ്ട് ജാമിയ നദ്വിയ ദവാ സമ്മേളനം ലക്ഷ്യം വയ്ക്കുന്നത്. 2026 ജനുവരി 10-11 തീയതികളിൽ എടവണ്ണ സ്വലാഹ് നഗറിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടുന്ന ജാമിയ നദ്വിയ ദവാ സമ്മേളനത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു.